ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഴശ്ശി കലാപവും കുറിച്യ കലാപമാണ്. പഴശ്ശി കലാപമല്ല, പഴശ്ശി കലാപങ്ങളാണ് അല്ലെ. പഴശ്ശി കലാപങ്ങൾ, ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം, അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയും. 1805 നവംബർ 30-നാണ് പഴശ്ശി മരണപ്പെട്ടത്. ഓക്കെ, പിന്നെ എന്താണ് കുറിച്യ കലാപം 1812-ലാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഴശ്ശി കലാപങ്ങളും കുറിച്യ കലാപവും നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ദിവസവും ക്ലാസ് തരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിന്റെ ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ദിവസവും എനിക്ക് ഡെയിലി ക്ലാസ് എനിക്ക് തരാൻ പറ്റാത്തത്. അതുകൊണ്ടാണ്. എങ്കിലും നിങ്ങളുടെ എക്സാമിന് മുമ്പ് മാക്സിമം ക്ലാസ്സുകൾ, മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ എന്തായാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും. LGS-ന് ക്ലാസ് ചെയ്തതുപോലെ ഒരുപാട് ടോപ്പിക്കുകൾ പെട്ടെന്ന് എടുത്തു തീർക്കാൻ എന്നെ കൊണ്ട് ആവുന്നില്ല. ടൈമിന്റെ ചെറിയ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ്. എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ഒരിക്കലും നിർത്തി പോകുന്നില്ല കേട്ടോ. എക്സാമിന് മുമ്പ് ഇത് പകുതി വെച്ച് നിർത്തി പോകുകയൊന്നും ചെയ്യില്ല. നമ്മൾ എന്തായാലും എക്സാം വരെ മാക്സിമം ക്ലാസ്സുകൾ, എത്ര ദിവസം, 2 ദിവസം ഇടവിട്ടിട്ടാണോ അതോ 1 ദിവസം ഇടവിട്ടിട്ടാണോ ക്ലാസ്സുകൾ വരിക എന്നറിയില്ല. എന്നാലും മാക്സിമം ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എന്തായാലും ഞാൻ എത്തിച്ചേരും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞാൻ വായിക്കുന്നുണ്ട്. ഓരോ അഭിപ്രായങ്ങൾക്കും പറ്റുന്ന അത്രയും ഞാൻ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പഴശ്ശി കലാപങ്ങൾ, ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് അല്ലെ പഴശ്ശി കലാപങ്ങൾ നടന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. അപ്പൊ നമ്മൾ ഒന്നാം പഴശ്ശി കലാപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഴശ്ശിയെ പറ്റിയിട്ട് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. പഴശ്ശിരാജയുടെ രാജവംശം ഏതാന്ന് ചോദിച്ചാൽ അത് കോട്ടയം രാജവംശമാണ്. പഴശ്ശിരാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം. കേട്ടിട്ടുണ്ടല്ലോ, കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അല്ലെ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഈ കോട്ടയം ഏതാണ്? നമ്മുടെ കോട്ടയം ജില്ലയാണോ? അല്ല. കോട്ടയം എന്നത് കണ്ണൂരിലുള്ള ഒരു പ്രദേശമാണ്. ഓക്കെ, കണ്ണൂരിലുള്ള ഒരു പ്രദേശമാണ് കോട്ടയം. അവിടെ കോട്ടയം രാജവംശത്തിലാണ് ആര് ജനിച്ചത്? കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജ ജനിച്ചത്. അപ്പൊ പഴശ്ശിരാജയുടെ രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ കോട്ടയം രാജവംശമാണ്. ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന കോട്ടയം അല്ല, കോട്ടയം ജില്ല അല്ല. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. അത് കോട്ടയം ജില്ലയല്ല, ഒരു പ്രദേശമാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ്. ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ് കോട്ടയം. അപ്പൊ അത് എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ കോട്ടയം രാജവംശത്തിലുള്ള ആളുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പുരളീശ്വരന്മാർ. എന്താണ്? പുരളീശ്വരന്മാർ എന്നാണ് കോട്ടയം രാജവംശത്തിലുള്ളവർ അറിയപ്പെടുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പുരളീശ്വരന്മാർ എന്നറിയപ്പെടുന്നത് കോട്ടയം രാജവംശത്തിലെ ആളുകളാണ്. കോട്ടയം രാജവംശം. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ എന്താണ് ബ്രിട്ടീഷ് രേഖകളിൽ എന്തൊക്കെയാണ്? പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ. ഓക്കെ, കൊട്ടിയോട്ട് രാജ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജ. പൈച്ചി രാജ എന്ന് കേട്ടാൽ നമുക്ക് അപ്പൊ തന്നെ കിട്ടും. പഴശ്ശിരാജ, പൈച്ചി രാജ, സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഈ കെട്ടിയോട്ട് രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയെ കുറിച്ചാണ്. നമ്മളോട് പിന്നെ ചോദിക്കും ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ശക്തമായ കലാപം താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ്? പഴശ്ശി കലാപമാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ശക്തമായ കലാപമാണ് പഴശ്ശി കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന കലാപങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? പഴശ്ശി കലാപങ്ങളാണ്. ഇനി ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞിരുന്നു 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ പുരളിമലയാണ്. ഓക്കെ, പുരളിമല ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല. ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് ഈ പുരളിമല. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പുരളിമല ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ പുരളിമലയാണ്. ഓക്കെ, എവിടെയാണ്? പുരളിമലയാണ്. അതുവരെ ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പഴശ്ശിരാജയുടെ രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ കോട്ടയം രാജവംശമാണ് അല്ലെ. കോട്ടയം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ് കോട്ടയം. അപ്പൊ കോട്ടയം രാജവംശമാണ് പഴശ്ശിരാജ. ആ കോട്ടയം രാജവംശത്തിലുള്ള ആളുകൾ അറിയപ്പെടുന്നതാണ് പുരളീശ്വരന്മാർ. അതുവരെ ക്ലിയർ അല്ലേ? പിന്നെ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നിങ്ങനെയൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയെ കുറിച്ചാണ്. അതുവരെ ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാ നോക്കാം. കാരണങ്ങൾക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ
ഒന്നാം പഴശ്ശി കലാപത്തിന് മുമ്പാണ് എന്ത് നടക്കുന്നത്? മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ? മൂന്നാം മൈസൂർ യുദ്ധം. ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത് ഒന്നാം പഴശ്ശി കലാപത്തിന് മുമ്പാണ്. അപ്പൊ കാരണം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒന്നാം പഴശ്ശി കലാപത്തിന് മുമ്പ് ഈ മൈസൂർ യുദ്ധം നടക്കുമ്പോൾ, മൂന്നാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് സഹായമായിട്ട് ആരും കൂടെ ഉണ്ടായിരുന്നു? പഴശ്ശിരാജയും കൂടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ നമുക്കറിയാലോ, പല വാഗ്ദാനങ്ങളും നൽകും, പക്ഷെ നിറവേറ്റേണ്ട കാര്യമുണ്ടോ ബ്രിട്ടീഷുകാർക്ക്? ഇല്ല. എന്താണ്, ഇവിടെ വന്ന് ഭരിക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്താണ് പഴശ്ശിരാജയോട് പറയാണ്? കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകാന്ന് പഴശ്ശിരാജയ്ക്ക് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകി പഴശ്ശിരാജയെ കൂടെ തന്നെ നിർത്തുന്നു. അതിനുശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടാവുന്നത്. അതിൽ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? മലബാർ ചോദ്യം വരും, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. പഠിച്ചു വെച്ചോ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. നമ്മൾ ഇതിന് മുമ്പ് ഏതോ ഉടമ്പടി പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട്. ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1723. വർഷങ്ങൾ പഠിച്ചു വെക്കണേ. നമ്മൾ ഏതൊക്കെ വർഷം ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്? ഞാൻ കുറച്ച് വർഷങ്ങൾ പറഞ്ഞുതരാം, ഒന്ന് ജസ്റ്റ് എന്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു. 1498. എന്താണ് 1498? 1498 മെയ് 20 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അപ്പൊ ആദ്യം ഒരു വർഷം പഠിച്ചല്ലോ, 1498. അതിനു മുമ്പ് 1497 അദ്ദേഹം ലിസ്ബണിൽ നിന്നും യാത്ര തിരിക്കുന്നത്. 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങുന്നു. അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ 1498 വാസ്കോഡഗാമ ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1498. പിന്നീടും അദ്ദേഹം എത്തുന്നുണ്ട്. അത് വാസ്കോഡഗാമ എന്നുള്ള നമ്മുടെ വീഡിയോ കണ്ട നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയും. 1502, 1524 അങ്ങനെ 3 തവണ വാസ്കോഡഗാമ കേരളത്തിൽ എത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വാസ്കോഡഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1498 മെയ് 20. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ട വർഷമാണ് 1697. നമ്മൾ പഠിച്ചതാണ് ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം അല്ലെ? 1697 അഞ്ചുതെങ്ങ് കലാപം. അതിനു മുമ്പ് നമ്മൾ അഞ്ചുതെങ്ങ് കോട്ടയെ പറ്റി പഠിച്ചു. കോട്ട സ്ഥാപിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1695. കോട്ട സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1690. ഈ വർഷങ്ങളൊക്കെ എന്തായാലും ഇടക്കിടക്ക് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം ഉള്ളിൽ കയറി ഇരുന്നോളും. അപ്പൊ പറ്റുന്ന അത്രയും തന്നെ നിങ്ങൾ മനസ്സിൽ റിവിഷൻ ചെയ്യുക. റിവിഷൻ ഒട്ടും കുറയ്ക്കരുത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈ വർഷം കഴിഞ്ഞ് ഞാൻ ഏത് വർഷം പഠിച്ചു? 1697 കഴിഞ്ഞു. പിന്നെ ഏത് വർഷം നമ്മൾ പഠിച്ചു? 1721 പഠിച്ചു അല്ലെ? ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721. അത് കഴിഞ്ഞിട്ട് 1723 നമ്മൾ പഠിച്ചു അല്ലെ? 1723 എന്താണ്? 1723 വേണാട് ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അതും നമ്മൾ പഠിച്ചാണ് 1723. അങ്ങനെ ഓരോ വർഷങ്ങളും പഠിക്കുക. പിന്നെ 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം, 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപം, 1809 കുണ്ടറ വിളംബരം, 1812 കുറിച്യ കലാപം. അങ്ങനെ ഓരോ വർഷങ്ങൾ നിങ്ങൾ പറ്റുന്ന അത്രയും പഠിക്കുക. 1859 ചാന്നാർ ലഹള അല്ലെ? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് 1859 ജൂലൈ 26. അങ്ങനെ ഓരോ വർഷങ്ങളും 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ, അതിനു മുമ്പ് 1893 വില്ലുവണ്ടി യാത്ര. ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളും ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിൽ ഉള്ളിൽ കയറിക്കോളൂ. അത് അപ്പൊ പറ്റുന്ന അത്രയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോ എന്താണ് കാരണം പറഞ്ഞത്? സ്വാഭാവികമായിട്ടും ഈ ഉടമ്പടി പ്രകാരം എന്താണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതോടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ഏത് സ്ഥലം ഒഴികെയാണ് ലഭിച്ചത്? കോട്ടയം ഒഴികെ ലഭിച്ചു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് എന്തുകൂടി വേണ്ടിവരും? ആ പ്രദേശം കൂടി വേണ്ടിവരും. എന്നാൽ ബ്രിട്ടീഷുകാർ ചെയ്തത് എന്താണ്? പഴശ്ശിയോടുള്ള എല്ലാം ഇതും നിർത്തി. എന്താണ്? പഴശ്ശിയെ മൈൻഡ് ചെയ്യാണ്ടായി. പഴശ്ശിയെ വക വെക്കാതായിട്ട് പകരം ആർക്ക്? കുറുമ്പനാട്ട് രാജാവിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. നികുതി പിരിക്കേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചു? കുറുമ്പനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. അപ്പൊ ഈ നികുതി നയം അവിടെ ഏൽപ്പിച്ചു. സ്വതന്ത്രമായി ഇടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോട്ടയത്തെ സ്വതന്ത്ര പദവി നൽകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്ത് ചെയ്തു? അവിടെയും നികുതി ഏർപ്പെടുത്തി. നികുതി പിരിക്കാൻ ആരെയാണ് ഏൽപ്പിച്ചത്? പഴശ്ശിരാജയെ അല്ല. പഴശ്ശിരാജയെ പിന്നെ അവർക്ക് അറിയില്ല, ആവശ്യം കഴിഞ്ഞല്ലോ. അപ്പൊ പഴശ്ശിരാജയ്ക്ക് പകരം ആരെയാണ് ഏൽപ്പിച്ചത്? അദ്ദേഹത്തിന്റെ മാതുലൻ അല്ലെങ്കിൽ അമ്മാവനായ ആരുടെ? പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിനെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ഇത് കണ്ട പഴശ്ശിക്ക് പറ്റുമോ? ഇല്ല. എന്താണ്? പഴശ്ശിക്ക് സ്വാഭാവികമായിട്ടും കലി വന്നു. ഓക്കെ, പഴശ്ശിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. പഴശ്ശി ബ്രിട്ടീഷുകാരെ എതിർത്തു. അങ്ങനെയാണ് ഒന്നാം പഴശ്ശി കലാപം ഉണ്ടാവുന്നത്. അപ്പോ എന്താണ്? നികുതി നയം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പിന്നെ ഏതാണ്?
കുറുമ്പനാട്ട് രാജാവിനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചതും. ഇതൊക്കെയാണ് എന്തിന് പ്രധാന കാരണം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞാൽ തന്നെ എന്ന് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരാൻ പറ്റും. പിന്നെ അടുത്ത വർഷമാണ് എന്ത് കലാപം ഉണ്ടാവുന്നത്, മലബാറൊക്കെ വലിയ ലഭിച്ചപ്പോൾ ഏത് കൂടി ലഭിക്കണം, കോട്ടയം പ്രദേശം കൂടി ലഭിക്കണം. അപ്പൊ അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ പിന്നെ നികുതി ഏർപ്പെടുത്തി. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടെ കാരണം എന്താണ്, അവിടെ സ്വതന്ത്ര പദവി നൽകാന്ന് പറഞ്ഞിരുന്നാണ് ബ്രിട്ടീഷുകാർ സ്വാഭാവികമായിട്ടും വാക്ക് പാലിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് പഴശ്ശി എതിർത്തു. അപ്പൊ ഒന്നാം പഴശ്ശി കലാപം ഉണ്ടായി. ഓക്കെ, ഇനി പഴശ്ശി ഉപയോഗിച്ച യുദ്ധമുറയാണ് ഗൊറില്ല യുദ്ധമുറ. ഗറില്ല യുദ്ധമുറ സ്വാഭാവികമായിട്ടും ഈ യുദ്ധമുറ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്താണ്, ഒളിപ്പോരാണ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗറില്ല യുദ്ധമുറ, ഒളിപ്പോര് അല്ലെ, ഒളിച്ചു നിന്നുള്ള ആക്രമണമാണ്. ഇത് ആർക്കറിയില്ല, ബ്രിട്ടീഷുകാർക്ക് ഈ പരിപാടി ഒന്നും അറിയില്ല. ബ്രിട്ടീഷുകാർക്ക് കൊണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് എന്തായില്ല, ഇതിനെ പിടിച്ചു നിൽക്കാനായില്ല. പഴശ്ശിയുടെ ഈ യുദ്ധത്തോട്, പഴശ്ശിയുടെ ഗൊറില്ല യുദ്ധമുറയോടൊന്നും ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറെടുക്കും. അപ്പൊ ഒത്തുതീർപ്പിനായിട്ട് ആരാണ് വന്നത്, ബോംബെ ഗവർണർ ആയിരുന്ന ജോനാഥൻ ഡങ്കൻ ആണ് വന്നത്. അപ്പൊ ആ പേരെന്തായാലും അറിഞ്ഞു വെക്കണം. ആരാണ് ഒത്തുതീർപ്പ്, ഒന്നാം പഴശ്ശി കലാപത്തിൽ ഒത്തുതീർപ്പിന് എത്തിയത് ആരാന്ന് ചോദിച്ചാൽ, ഒത്തുതീർപ്പ് സംസാരിക്കാനായിട്ട് ആരാണ് എത്തിയത്, ജോനാഥൻ ഡങ്കൻ ആണ് കേട്ടോ. ആ പേര് പഠിച്ചു വെക്കണം. എവിടുത്തെ ഗവർണറാണ്, ബോംബെ ഗവർണർ ആയിരുന്ന ജോനാഥൻ ഡങ്കൻ. ജോനാഥൻ ഡങ്കൻ. ഓക്കെ, ജോനാഥൻ ഡങ്കൻ. എന്നാൽ ഇതിന് മധ്യസ്ഥത നിന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ചിറക്കൽ രാജാവാണ് കേട്ടോ. ചിറക്കൽ രാജാവാണ് ഇതിന് മധ്യസ്ഥത നിന്നത്. ഈ സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥത നിന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ചിറക്കൽ രാജാവാണ്. ബോംബെ ഗവർണർ ആരാണ് വന്നത്, ബോംബെ ഗവർണർ ആയിട്ടുള്ള ജോനാഥൻ ഡങ്കൻ ആണ് എന്തിന് സമാധാന ചർച്ചക്കായിട്ട് എത്തിയത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെ. പ്രധാന കേന്ദ്രം, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പുരളിമലയാണ് കേട്ടോ. പുരളിമലയാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പുരളിമലയാണ്, സ്ഥലം പഠിച്ചു വെക്കണം. പുരളിമല. പഴശ്ശിരാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം. കോട്ടയം രാജവംശത്തിലുള്ള ആളുകൾ അറിയപ്പെടുന്ന പേരാണ് പുരളീശ്വരന്മാർ. പുരളീശ്വരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. പൈച്ചി രാജ, കുട്ടിയോട്ട് രാജ എന്നിങ്ങനെ ബ്രിട്ടീഷ് രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് പഴശ്ശിരാജയെ കുറിച്ചാണ്. ഓക്കെ, കാരണങ്ങൾ നമ്മൾ പഠിച്ചു. തെറ്റായ നികുതി നയം, പിന്നെ എന്താണ്, കുറുമ്പനാട്ട് രാജാവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ യുദ്ധമുറയാണ് ഗൊറില്ല യുദ്ധമുറ. ഗൊറില്ല യുദ്ധമുറ. അപ്പൊ അതെന്താണ്, ഒളിപ്പോരാണ് അല്ലെ. ഈ ഗൊറില്ല യുദ്ധമുറ പിന്നീട് ആര് എടുക്കുന്നുണ്ട്, ആർത്തർ വെല്ലസ്ലി എന്ന് കേട്ടിട്ടില്ലേ. ആർത്തർ വെല്ലസ്ലി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. അദ്ദേഹമാണ് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. അദ്ദേഹം ഈ ഒളിപ്പോര് കട്ടെടുക്കുന്നുണ്ട്. അദ്ദേഹം വാട്ടർലൂ യുദ്ധത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്ത്, ഒളിപ്പോര്. ഇദ്ദേഹം ഈ യുദ്ധതന്ത്രം വാട്ടർലൂ യുദ്ധത്തിലൊക്കെ ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ആരാണ്, ആർത്തർ വെല്ലസ്ലി. അത് നമുക്ക് പഠിക്കാം. അപ്പോ പിന്നെന്താണ്, ഈ സമാധാന ചർച്ചക്കായിട്ട് എത്തിയത് ആരാണ്, ജോനാഥൻ ഡങ്കൻ ആണ്. ബോംബെ ഗവർണർ ആയിരുന്ന ജോനാഥൻ ഡങ്കൻ. ഇതുവരെ ക്ലിയർ അല്ലേ, ഇതുവരെ പെർഫെക്റ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ജോനാഥൻ ഡങ്കൻ ആണ് എത്തിയത്. പേരുകൾ ക്ലിയർ ആക്കണം കേട്ടോ. ഓക്കെ, ജോനാഥൻ ഡങ്കൻ. ഇനി രണ്ടാം പഴശ്ശി കലാപം. ഓക്കെ, ഒന്നാം പഴശ്ശി കലാപം കഴിഞ്ഞു. ഒന്നാം പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര പോയിന്റ്സ് ആണ് നമുക്ക് അറിയാനുള്ളത്. അടുത്തത് രണ്ടാം പഴശ്ശി കലാപം. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. 1799 എന്താണ് നടക്കുന്നത്, നാലാം മൈസൂർ യുദ്ധം ഉണ്ട് അല്ലെ. നാലാം മൈസൂർ യുദ്ധം എന്താണ്, ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. ആരെ, മൈസൂരിനെ പരാജയപ്പെടുത്തി. നാലാം മൈസൂർ യുദ്ധം നടക്കുന്നത് 1799 ടിപ്പുവിനെ പരാജയപ്പെടുത്തി. 1799 ടിപ്പുവിനെ പരാജയപ്പെടുത്തിയല്ലോ. പിന്നെ എന്താണ്, ദക്ഷിണേന്ത്യയിൽ നല്ലൊരു എതിരാളി ഉണ്ടോ ബ്രിട്ടീഷുകാർക്ക്, ഇല്ല. പിന്നെ ആരാണുള്ളത്, പിന്നുള്ളത് പഴശ്ശിരാജയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ആരുടെ നേരക്കാണ് പോവുക, പഴശ്ശിരാജയുടെ നേരക്കാണ് ചെല്ലുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്തിനു ശ്രമിച്ചു, വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പൊ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ, വയനാട് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ പട്ടാള സൈന്യാധിപൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആർത്തർ വെല്ലസ്ലി ആണ്. ആ പേര് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആർത്തർ വെല്ലസ്ലി. എന്താണ് അറിയപ്പെടുന്നത്, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലി ആണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലി ആണ് കേട്ടോ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയില്ലേ അദ്ദേഹം. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് 1815 യുദ്ധത്തിന്റെ പേര് പഠിച്ചു വെച്ചോ. 1815 വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. അതിനെ തുടർന്ന് കിട്ടിയ ഒരു ബഹുമതിയാണ് ഏതാണ്, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ഓക്കെ, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. അപ്പൊ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, ആർത്തർ വെല്ലസ്ലി ആണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലി ആണ്. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ഒരു തദ്ദേശീയ പോലീസ് സംഘം രൂപീകരിക്കുന്നുണ്ട്. അതാണ് കോൽക്കാർ.
ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷ് മീൻസ് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് ഒരു രോഗം ബാധിക്കുന്നുണ്ട്, മലമ്പനി ബാധിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് മലമ്പനി ബാധിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ അംഗബലം കുറയും, അല്ലെ, കുറഞ്ഞു വരികയാണ്. അപ്പൊ ആര് വേണം? തദ്ദേശീയമായിട്ട്. പിന്നെ എന്താ, ബ്രിട്ടീഷ് ഒരു സംഘം വരാനുള്ള സമയമുണ്ട് അവർക്ക്, ഒരു യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തദ്ദേശീയമായിട്ട് ഒരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്, അതാണ് കോൽക്കാർ. തദ്ദേശീയമായിട്ട് ഒരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്, അതാണ് കോൽക്കാർ. അപ്പൊ തദ്ദേശീയ സംഘത്തിന്റെ പേര്, തദ്ദേശീയ പോലീസ് സംഘത്തിന്റെ പേര് എന്താന്ന് ചോദിക്കും, അതേതാണ്? കോൽക്കാർ എന്നാണ്. ഏതാണ്? കോൽക്കാർ എന്നാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്, മലമ്പനി ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എണ്ണം കുറയാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ ബ്രിട്ടീഷുകാർക്ക് ആ സമയത്ത് വേണ്ടതാണ്, അല്ലെ, വേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ തദ്ദേശീയമായിട്ട് ഒരു സംഘത്തെ രൂപീകരിച്ചെടുക്കുകയാണ്, അതാണ് കോൽക്കാർ. ഓക്കെ, ഈ കോൽക്കാർ കുറിച്യ കലാപ സമയത്ത് വരുന്നുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ തദ്ദേശീയ പോലീസ് സംഘത്തിന്റെ പേര് മറക്കരുത്, കോൽക്കാർ എന്നാണ്. രണ്ടാം പഴശ്ശി കലാപം. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ എടച്ചേന കുങ്കൻ. ഓക്കെ, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നായർ, തലക്കൽ ചന്തു. എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നായർ, തലക്കൽ ചന്തു. 1801 ഈ കണ്ണവത്ത് നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, നായർ നല്ല നമ്പ്യാർ എന്നാണ്, കണ്ണവത്ത് നമ്പ്യാരെ തൂക്കിലേറ്റുന്നത്, അല്ലെങ്കിൽ കണ്ണവത്ത് നമ്പ്യാരെയും അദ്ദേഹത്തിന്റെ മകനെയും ബ്രിട്ടീഷുകാർ വധിക്കുന്നത് 1801 കേട്ടോ. 1801 ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കണ്ണവത്ത് നമ്പ്യാരെയും അദ്ദേഹത്തിന്റെ മകനെയും വധിക്കുന്നത് 1801. ഇനി പനമരം കോട്ട പിടിച്ചെടുത്തത് 1802 പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. ആ യുദ്ധം ഇങ്ങനെ ഒന്ന് കൂളായി നിൽക്കുന്ന സമയമാണ്, ഒന്ന് സൈലന്റ് ആയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി തലക്കൽ ചന്തുവിന്റെ ഒരു ആക്രമണം ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആക്രമണം ഉണ്ടായതോടെ പനമരം കോട്ട ആര് പിടിച്ചെടുത്തു? തലക്കൽ ചന്തു പിടിച്ചെടുത്തു. അവിടുന്ന് ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ കുറിച്യരുടെ നേതാവ് ആര് എന്ന് ചോദിക്കും. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു ആണ് കേട്ടോ. തലക്കൽ ചന്തു ക്ലിയർ ആയി പഠിക്കണം, തലക്കൽ ചന്തു ആണ്. പിന്നെ അവിടെ ഡൗട്ട് വരാനുള്ളത് കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരെന്നാണ്. അത് രാമൻ നമ്പി അഥവാ രാമനമ്പിയാണ് കേട്ടോ. അപ്പൊ രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. പഴശ്ശിയെ സഹായിച്ച മറ്റാളുകൾ ആരൊക്കെയാണ്? എടച്ചേന കുങ്കൻ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പിന്നെ ആരാണ്? കൈതേരി അമ്പു, തലക്കൽ ചന്തു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദിച്ചാൽ TH ബാബർ ആണ്. തോമസ് ഹാർവേ ബാബർ, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, TH ബാബർ, തോമസ് ഹാർവേ ബാബർ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ എന്താണ്? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ TH ബാബർ, തോമസ് ഹാർവേ ബാബർ. എന്താണ്? തലശ്ശേരി സബ് കളക്ടർ ആണ്. തല, ഓക്കെ, തലയിൽ മുടി ഉണ്ടാവും, മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം, അല്ലെ, അത് വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോ തലശ്ശേരി, തലയിൽ മുടി, മുടി വെട്ടാൻ ബാർബർ, തോമസ് ഹാർവേ ബാബർ, TH ബാബർ, അതും കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ പട്ടാള സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലി. തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ TH ബാബർ. നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചില്ലേ, നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ എല്ലാം റിപ്പീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി തന്നെ പോവാട്ടോ. ഓക്കെ, ഇനി പഴശ്ശിരാജ മരണപ്പെട്ടത് എന്നാന്ന് ചോദിച്ചാൽ 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ മാവിലാന്തോട് വെച്ച് മരണപ്പെടുന്നത്. അപ്പൊ 1805 നവംബർ 30, 1805 നവംബർ 30 പഴശ്ശി കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത്. 1805 നവംബർ 30. അതിന് പല അഭിപ്രായങ്ങളുണ്ട്. പഴശ്ശി മോതിരം വിഴുങ്ങി മരിച്ചു എന്ന് സർദാർ KM പണിക്കർ തന്റെ കേരള സിംഹം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പഴശ്ശി മോതിരം വിഴുങ്ങിയാണ് മരിച്ചത്, എന്നാൽ പഴശ്ശിയെ വെടിവെച്ച് കൊന്നതാണ് എന്നാണ് മറ്റു രേഖകളിൽ പറയുന്നത്. അപ്പോ പഴശ്ശി കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് എന്നാണെന്നാണ് ചോദ്യം വരിക. 1805 നവംബർ 30 മാവിലാന്തോട് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്നാൽ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാനന്തവാടിയിലാണ് കേട്ടോ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? അത് കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് കേട്ടോ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി സ്മാരകം മാനന്തവാടി. പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂരാണ്, അല്ലെ, വളപട്ടണം പുഴ കണ്ണൂരാണ്. കണ്ണൂരിലെ ഒരു പ്രദേശമാണ്. കോട്ടയം നമ്മൾ പഠിച്ചിരുന്നു. കോട്ടയം രാജവംശത്തിലാണ് പഴശ്ശിരാജ ജനിച്ചത്. ഓക്കെ, അപ്പൊ പഴശ്ശിരാജയുടെ രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോട്ടയം രാജവംശം. വളപട്ടണം പുഴ കണ്ണൂരാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പഴശ്ശി മൂവിയെ പറ്റിയിട്ടാണ്. പഴശ്ശിരാജ എന്നുള്ള സിനിമ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പഴശ്ശിരാജ. ആ സിനിമയുടെ ഡയറക്ടർ ആരാണ് അല്ലെങ്കിൽ സംവിധായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഹരിഹരൻ ആണ് കേട്ടോ. അറിഞ്ഞു വെക്കുക, ഹരിഹരൻ. പഴശ്ശിരാജ സിനിമ ഡയറക്ട് ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ഹരിഹരനാണ്. എന്നാൽ തിരക്കഥ ആരാണ്? തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണ്. തിരക്കഥ MT വാസുദേവൻ നായർ. തിരക്കഥ ആരാണ്? MT വാസുദേവൻ നായർ. തിരക്കഥ MT, സംവിധാനം ഹരിഹരൻ. പിന്നെ ഏതാണ്? ഗാനം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ONV യും സംഗീതം
സംഗീതം ആരുടെയാണ്? സംഗീതം ഇളയരാജ. സംഗീതം ഇളയരാജ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സംവിധാനം ഹരിഹരൻ, പിന്നെ തിരക്കഥ ആരുടെയാണ്? MT യുടെ ആണ് അല്ലെ? MT വാസുദേവൻ നായർ. എന്താണ് അറിയപ്പെടുന്നത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ്. ആരാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? SK പൊറ്റക്കാടനാണ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ അത് തകഴിയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാട്ടോ. അപ്പോൾ MT ആണ് തിരക്കഥ രചിച്ചത്. സംവിധാനം ആര് എന്ന് ചോദിച്ചാൽ അത് ഹരിഹരനാണ്. പിന്നെ ഗാനം രചിച്ചത് ONV ആണ് അല്ലെ? ഗാനം രചിച്ചത് ONV. സംഗീതം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഇളയരാജ. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ആ മൂവിയെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ നാട്ടിലെ മുറപ്രകാരം ഉള്ള ഒരു രാജാവാണ്. അതുകൊണ്ട് ഒരു പരാജിത ശത്രുവിനോട് എന്ന പോലെയല്ല, ഈ നാട്ടിലെ ഭരണാധികാരി എന്ന നിലയിലുള്ള ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കണം. ആരുടെ വാക്കുകളാണ്? തോമസ് ഹാർവേ ബാബർ, TH ബാബർ, തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന TH ബാബറിന്റെ വാക്കുകളാണ് കേട്ടോ. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ നാട്ടിലെ മുറപ്രകാരം ഉള്ള ഒരു രാജാവാണ്. അതുകൊണ്ട് ഒരു പരാജിത ശത്രുവിനോട് എന്ന പോലെയല്ല, ഈ നാട്ടിലെ ഭരണാധികാരി എന്ന നിലയിലുള്ള ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞത് തോമസ് ഹാർവേ ബാബറാണ്. ഇനി പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്ഥിരം ചോദ്യമാണ്. പഴശ്ശിയെ കേരള സിംഹം എന്ന പുസ്തകം പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും, കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും, കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറെ നമുക്ക് പഠിക്കാണ്ടല്ലേ. എന്താണ്? വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കരാണ്. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് അദ്ദേഹത്തെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും, PN പണിക്കർ ആര് എന്നുള്ളത്. PN പണിക്കർ ആരാണ്? നമ്മുടെ ഗ്രന്ഥശാലയുടെ പിതാവ് അല്ലെ? കേരളത്തിലെ ഗ്രന്ഥശാലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ PN പണിക്കരായിട്ടാണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആദ്യ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ആരെന്നൊക്കെ ചോദിച്ചാൽ PN പണിക്കരാണ്. ജൂൺ 19 എന്താണ്? വായനാ ദിനമായി ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ PN പണിക്കർ. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ആരാണ്? സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് കുറിച്യ കലാപം കൂടി ഒന്ന് നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ആദിവാസി കലാപം അല്ലെങ്കിൽ ഗോത്രവർഗ കലാപം ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? അത് കുറിച്യ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്രവർഗ കലാപമാണ് കുറിച്യ കലാപം. 1812 അല്ലെ? 1812 മാർച്ച് 25 കുറിച്യ കലാപം നടക്കുന്നത്. 1812 മാർച്ച് 25 കുറിച്യ കലാപം നടക്കുന്നത്. ആരാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്? നമ്മൾ പഠിച്ചു, രാമൻ നമ്പി അല്ലെങ്കിൽ രാമൻ നമ്പിയാണ് കേട്ടോ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ രാമൻ നമ്പിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. നമ്മൾ മുമ്പ് ഒരാളെ പറ്റി പഠിച്ചിരുന്നു, പഴശ്ശി കലാപത്തിന്. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു ആണ്. തലക്കൽ ചന്തു ഈ കുറിച്യരുടെ നേതാവ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് രാമൻ നമ്പിയാണ്. അദ്ദേഹം കുറിച്യനോ കുറുമ്പനോ ആണോ? ഈ കുറിച്യ കലാപത്തിൽ ഉണ്ടായിരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുറിച്യരും കുറുമ്പരുമാണ് അല്ലെ? ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കുറിച്യരും കുറുമ്പരും. ഇദ്ദേഹം ഏതിൽപ്പെട്ടതാണ്? രാമൻ നമ്പി. രണ്ടിലുമല്ല. പലർക്കും ഡൗട്ട് ഉണ്ട്, ഇദ്ദേഹം കുറിച്യരാണോ കുറുമ്പനാണോ എന്നുള്ളത്. രണ്ടുമല്ല കേട്ടോ. ഇദ്ദേഹം രണ്ടിലും പെടുന്നവനല്ല. ഇദ്ദേഹം കോട്ടയം രാജവംശത്തിൽ പെടുന്ന ഒരാളാണ്. ആര്? രാമൻ നമ്പി. ഓക്കെ, അപ്പൊ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാലാണ് രാമൻ നമ്പി. ഓക്കെ, ഇനി കുറിച്യ കലാപത്തിലെ ആദിവാസി നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെങ്കലോൻ കേളു. ആരൊക്കെയാണ്? പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെങ്കലോൻ കേളു എന്നിവരാണ് ആദിവാസി വിഭാഗ നേതാക്കൾ. ആദിവാസി നേതാക്കൾ ആരൊക്കെയാണ്? പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെങ്കലോൻ കേളു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, കുറിച്യ കലാപത്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ തെറ്റായ നികുതി നയം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ തെറ്റായ നികുതി നയം. എന്തായിരുന്നു ആ തെറ്റായ നികുതി നയം? നമ്മൾ മുമ്പ് എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്? കാർഷിക വിഭവങ്ങളായിട്ടൊക്കെയാണ് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് എങ്ങനെ ആവശ്യപ്പെട്ടു? അത് പണമായിട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടു. ഇത് ആർക്ക് തന്നെയാണ് അന്ന് ഇവിടെ വിൽക്കാനുള്ളത്? അത് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ് വിൽക്കുക. അതിൽ നിന്ന് തന്നെ ഒരു വലിയ തുക അവർ നികുതിയായിട്ടും പിടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്തുണ്ടായത്? കുറിച്യ കലാപം ഉണ്ടായത്. അപ്പൊ കുറിച്യ കലാപത്തിന്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഓക്കെ,
ഇനി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ അത് തോമസ് വാർഡൻ ആണ്. ആരാണ്? തോമസ് വാർഡൻ. അത് നമുക്ക് എങ്ങനെ പഠിക്കാം? തോമസ് വാർഡൻ. ഈ വാർഡൻ എവിടെ വാർഡൻ ഒക്കെ ഉണ്ടാവുക? ഹോസ്റ്റലൊക്കെയാണ് അല്ലെ. ഈ ഹോസ്റ്റലിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പരിപാടി ചെയ്താൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കൊണ്ടുവരെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? ഫൈൻ ഉണ്ടാവും അല്ലെ. ഹോസ്റ്റലിൽ വാർഡൻ ആണ് നമുക്ക് ഫൈൻ ഏർപ്പെടുത്തുക. അങ്ങനെ ഹോസ്റ്റലുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ ഹോസ്റ്റൽ വാർഡൻ ഫൈൻ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. വാർഡൻ ഫൈൻ എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? തോമസ് വാർഡൻ ആണ് കുറിച്യ കലാപത്തിൽ നികുതി ഏർപ്പെടുത്തിയത്. കുറിച്യ കലാപ സമയത്ത് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? തോമസ് വാർഡൻ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, ഈ മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കട്ടെ. അതേതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അറിഞ്ഞു വെക്കുക, കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, തദ്ദേശീയമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പോലീസ് സൈന്യം. അതേതാണ്? കോൽക്കാർ. ഈ കോൽക്കാർക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്താണ്? പഴശ്ശി മരണപ്പെട്ടു, അതിനുശേഷം കുറച്ച് സമയമുണ്ടല്ലോ, 1805 നവംബർ 30 പഴശ്ശി മരണപ്പെട്ടു. പിന്നെ കുറച്ചു കാലം ബ്രിട്ടീഷുകാരുടെ ഒപ്പാണ് ആരുണ്ടായിരുന്നത്? ഈ കോൽക്കാരുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് മനസ്സിലാവും? കോൽക്കാർക്ക് മനസ്സിലാവും ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു ആര്? പഴശ്ശിരാജ. അദ്ദേഹത്തെ സഹായിച്ചാൽ മതിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയും. ഇവരുടെ സ്വഭാവമൊക്കെ കുറച്ചൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് തന്നെ തോന്നും? ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ പോരാടാൻ തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ടും കുറിച്യ കലാപത്തിന് ആര് പിന്തുണ നൽകി? ഈ കോൽക്കാർ വിഭാഗം പിന്തുണ നൽകി. കോൽക്കാർ വിഭാഗം കുറിച്യ കലാപത്തിന് പിന്തുണ നൽകി. അപ്പൊ അവിടെ ചോദ്യം വരും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരും. കുറിച്യ കലാപത്തിന് കോൽക്കാർ എതിർത്തു എന്ന് തന്നാൽ അത് തെറ്റാണ്. എന്താണ്? പിന്തുണ നൽകുകയാണ് ചെയ്തത്. കുറിച്യർക്കും കുറുമ്പർക്കും പിന്തുണ നൽകുകയാണ് ആര് ചെയ്തത്? കോൽക്കാർ ചെയ്തത്. ഇനി കുറിച്യ കലാപം അടിച്ചമർത്തിയത് മൈസൂർ സൈന്യമാണ്. മൈസൂരിൽ നിന്നും വന്ന സൈന്യമാണ് കുറിച്യ കലാപം അടിച്ചമർത്തിയത്. എന്നാണ്? 1812 മെയ് 8 കേട്ടോ. 1812 മെയ് 8 മാർച്ച് 25 തുടക്കം അല്ലെ. 1812 മാർച്ച് 25 തുടക്കം. മെയ് 8 അടിച്ചമർത്തിയത്. എവിടെ നിന്നാണ്? മൈസൂരിൽ നിന്നും വന്ന സൈന്യമാണ് അടിച്ചമർത്തിയത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം പൂർണ്ണമായും അവരുടെ കയ്യിലായേനെ. ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം പൂർണ്ണമായും അവരുടെ കയ്യിലായെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? TH ബാബറാണ്. തോമസ് ഹാർവേ ബാബറാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം പൂർണ്ണമായും അവരുടെ വരുതിയിലായേനെ എന്ന് പറഞ്ഞതാരാണ്? തോമസ് ഹാർവേ ബാബർ. അപ്പൊ ഇത്ര പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും പഠിക്കാനുള്ളത്. ഇത്ര പോയിന്റ്സ് ക്ലിയർ അല്ലേ? നമുക്ക് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. ആദ്യം മുതൽ വേഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. പഴശ്ശി കലാപം, പഴശ്ശിയുടെ രാജവംശം നമ്മൾ പഠിച്ചു. കോട്ടയം രാജവംശമാണ് അല്ലെ. പഴശ്ശിയുടെ മുഴുവൻ പേരെന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം രാജവംശത്തിലുള്ള ആളുകൾ എന്താണ് അറിയപ്പെടുന്നത്? പുരളീശ്വരന്മാർ. ഓക്കെ. പൈച്ചി രാജ, കൊട്ടിയൂട്ട് രാജ എന്നിങ്ങനെ ബ്രിട്ടീഷ് രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ആരെ കുറിച്ചാണ്? പഴശ്ശിരാജയെ കുറിച്ചാണ്. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയാണ്. പ്രധാന കേന്ദ്രം നമ്മളോട് ചോദിക്കും. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് പുരളിമലയാണ് കേട്ടോ. പുരളിമല. പ്രധാന കാരണം എന്താണ്? നികുതി. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം അല്ലെ. സ്വാഭാവികമായിട്ടും നികുതി നയം. പിന്നെ എന്താണ്? കുറുമ്പനാട്ട് രാജാവിനെ കാര്യങ്ങളുടെയൊക്കെ മേൽനോട്ടം ഏൽപ്പിച്ചതും ആർക്ക് പറ്റിയിട്ടില്ല? പഴശ്ശിരാജക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഗൊറില്ല യുദ്ധമുറ ആരുമായി ബന്ധപ്പെട്ടതാണ്? പഴശ്ശിരാജയുടെ യുദ്ധമുറയാണ് ഗൊറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര്. ഇത് പിന്നീട് ആരിത് കട്ടെടുക്കുന്നുണ്ട്? ആർത്തർ വെല്ലസ്ലി നമ്മൾ പറഞ്ഞു. ആർത്തർ വെല്ലസ്ലി ആരാണ്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. അദ്ദേഹം 1815 വാട്ടർലൂ യുദ്ധത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ജോനാഥൻ ഡങ്കൻ എന്താണ്? സമാധാന കരാറിൽ വന്നിട്ട് സംസാരിക്കാൻ ആരാണ് വന്നത്? ജോനാഥൻ ഡങ്കൻ. അദ്ദേഹം ആരാണ്? ബോംബെ ഗവർണറായ ജോനാഥൻ ഡങ്കൻ. ഈ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാം പഴശ്ശി കലാപത്തിന് സമാധാന ചർച്ചക്കായിട്ട് ബോംബെയിൽ നിന്നും വന്നത് ആരാണ്? ബോംബെ ഗവർണറായ ആരാണ് വന്നത്? ജോനാഥൻ ഡങ്കൻ ആണ്. അല്ലെങ്കിൽ ആരാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്നും വന്നതെന്ന് ചോദിച്ചാൽ ജോനാഥൻ ഡങ്കൻ ആണ്. ഓക്കെ, ജോനാഥൻ ഡങ്കൻ. ഇനി രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. വയനാട് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് അല്ലെ. വയനാട് പിടിച്ചെടുക്കാൻ ആര് ശ്രമിച്ചു? ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതായിരുന്നു പ്രധാന കാരണം. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലി ആണ്. തദ്ദേശീയ പോലീസ് സംഘം നമ്മൾ പഠിച്ചു അല്ലെ. തദ്ദേശീയമായിട്ട് ഒന്നും ഉണ്ടാക്കിയെടുത്തു. കാരണം എന്താണ്? അവിടെ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് എന്ത് ബാധിച്ചിരിക്കുകയാണ്? ആ സമയത്ത് മലമ്പനി ബാധിച്ച സമയമാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ തദ്ദേശീയമായിട്ട് ഒരു പട്ടാള സംഘത്തെ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ഒരു പോലീസ് സംഘത്തെ ഉണ്ടാക്കിയെടുത്തു. അതാണ് കോൽക്കാർ. ഓക്കെ. ഇനി എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, തലക്കൽ ചന്തു എന്നിവരാണ് പഴശ്ശിയെ സഹായിച്ച പ്രധാന നേതാക്കൾ. പനമരം കോട്ട പിടിച്ചെടുത്ത് എപ്പോഴാണെന്ന് ചോദിക്കുക? വർഷം പഠിച്ചു വെച്ചോട്ടോ. 1802 പനമരം കോട്ട ആരുടെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്തത്? തലക്കൽ ചന്തു. കുറിച്യരുടെ നേതാവായ തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്തത്. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. തലയിലാണ് മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. തോമസ് ഹാർവേ ബാബർ. അത് വെച്ച് കണക്ട് ചെയ്യാട്ടോ.
ഇനി പഴശ്ശിരാജ മരണപ്പെട്ടത് എന്നാന്ന് ചോദിച്ചാൽ 1805 നവംബർ 30 എവിടെ വെച്ചിട്ടാണ്? മാവിലാന്തോട് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പിന്നെ ഏതാണ്? പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂരാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ്. ഇനി പഴശ്ശിരാജ സിനിമയുടെ സംവിധായകൻ ഹരിഹരൻ. പിന്നെ ഏതാണ്? തിരക്കഥ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർ. ഗാനം രചിച്ചത് ONV. സംഗീതം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഇളയരാജ. ഓക്കെ. കലാപകാരിയാണെങ്കിലും ഇത് ആരുടെ വാക്കുകളാണ്? കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ നാട്ടിലെ മുറപ്രകാരം ഉള്ള ഒരു രാജാവാണ്. ഈ വാക്കുകൾ ആരുടെ എന്ന് ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബർ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഈ വാക്കുകൾ ആരുടെ എന്ന് ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബർ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കർ. PN പണിക്കർ ആരാണ്? ഗ്രന്ഥശാലയുടെ പിതാവാണ് അല്ലെ PN പണിക്കർ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വായനാ ദിനം ജൂൺ 19. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതിന്റെ കൂടെ തന്നെ കുറിച്യ കലാപം 1812 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ ഗോത്രവർഗ കലാപം അല്ലെങ്കിൽ ആദ്യ ആദിവാസി കലാപം എന്നൊക്കെ പറയുന്നത് കുറിച്യ കലാപമാണ്. 1812 മാർച്ച് 25 നടന്നത്. നേതാവ് ആരാന്ന് ചോദിച്ചാൽ രാമൻ നമ്പി അഥവാ രാമനമ്പിയാണ്. കുറിച്യരും കുറുമ്പരുമാണ് അതിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരെന്ന് ചോദിച്ചാൽ കുറിച്യരും കുറുമ്പരുമാണ്. ആദിവാസി നേതാക്കളാണ് പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെങ്കലോൻ, കേളു. വയനാട്ടിൽ ബ്രിട്ടീഷുകാർ നടത്തിയ തെറ്റായ നികുതി നയമാണ്. കാരണം ഞാൻ പറഞ്ഞു തെറ്റായ നികുതി നയം എന്തായിരുന്നു അവർ തെറ്റായിട്ട് ചെയ്തത്? എന്താണ്? പണമായിട്ട് ആവശ്യപ്പെടുകയാണ്. നികുതി പണമായി തന്നെ വേണം എന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് നമ്മൾ പഠിച്ചു. ആരാണ്? ഒരു വാർഡൻ ആണ് അല്ലെ. വാർഡൻ. അത് വെച്ച് കണക്ട് ചെയ്യുക. ടാക്സ് ഈ ഫൈൻ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. വാർഡൻ ഫൈൻ എന്ന് ആലോചിച്ചാൽ നമുക്കത് കിട്ടും. അപ്പോൾ നികുതി ഏർപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ ആണ്. ഓക്കെ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കുറിച്യ കലാപം. കോൽക്കാർ എന്ത് ചെയ്തു? പിന്തുണ നൽകിയില്ലേ? കോൽക്കാർ സ്വാഭാവികമായിട്ടും ദിവ്യ ബോധോദയം ഉണ്ടായി. എന്താണ്? ഇനി ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്നിട്ട് കാര്യമല്ല. ഇനി ആരുടെ അടുത്ത് പോകണം? ഇനി നമ്മുടെ നാട്ടിലത്തെ ആളുകളുടെ കൂടെ തന്നെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതണം എന്ന ദിവ്യ ബോധോദയം അവർക്കുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ കുറിച്യരെ സഹായിച്ചു. കുറിച്യ കലാപത്തിന് പിന്തുണ നൽകി. ഇനി കുറിച്യ കലാപം അടിച്ചമർത്തിയത് മൈസൂർ സൈന്യം 1812 മെയ് 8 കേട്ടോ. ആ ഡേറ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം പൂർണ്ണമായും അവരുടെ കയ്യിലായെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബർ. ഇതുവരെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നടുത്ത് എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്